സ്നേഹപ്രഭാതം വീണ്ടും വിരുന്നു വരുന്നു. സുരഭിലമായ സ്നേഹവന്ദനം. തങ്കസൂര്യൻ്റെ ചെങ്കതിരുകൾ നിന്നെയും എന്നെയും തൊട്ടുണർത്തുന്ന ഈ ശുഭപ്രഭാതത്തിൽ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നിഴലായ മരിയാമ്പിയോട് ചേർന്ന് നിന്ന് വീണ്ടും കാണാം, പ്രാർത്ഥിക്കാം. നീറും മനസ്സിന് വരദാനമായുള്ള നാമം മരിയാമ്പികേ. നീറും മനസ്സിന് വരദാനമായുള്ള നാമം മരിയാമ്പികേ. നിരുപമ സ്നേഹത്തിൻ നിഴലായെന്നും കൂടെ വസിക്കുന്നു നീ. നിരുപമ സ്നേഹത്തിൻ നിഴലായി നീ എന്നും കൂടെ വസിക്കുന്നിതാ. അമ്മേ, നിൻ്റെ സ്നേഹവും നിൻ്റെ ലാളനയും എനിക്കും തലമുറകൾക്കും സ്നേഹാഭിമാനമാണ്. ആ സ്നേഹാഭിമാനത്തിൻ്റെ കൊടി കൈകളിലേന്തി വീശി അമ്മേ, ഞാനും തലമുറകളും നിന്നെ നോക്കി പാടുന്നു. നീറും മനസ്സിൻ്റെ വരദാനമായുള്ള നാമം മരിയാമ്പികേ. നീറും മനസ്സിൻ്റെ വരദാനമായുള്ള നാമം മരിയാമ്പികേ. നിരുപമ സ്നേഹത്തിൻ നിഴലായി നീയെന്നും കൂടെ വസിക്കുന്നിതാ. നിരുപമ സ്നേഹത്തിൻ നിഴലായി നീയെന്നും കൂടെ വസിക്കുന്നിതാ. വീണ്ടും അമ്മയോട് ചേർന്ന് ഉണ്ണിയുടെ സ്നേഹപ്പുഞ്ചിരി കാണാനും അപഗ്രഥിക്കാനും അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാനും വീണ്ടും നാം ചേരുന്നു. സ്വാഗതം. ഹെറോദോസ്, സ്വന്തം നിഴലിനെ പോലും ഭയപ്പെടുന്ന ഹെറോദോസ്, സ്വന്തം നിഴലിനെ പോലും ഭയപ്പെടുന്ന മനുഷ്യൻ ഭയവിഹ്വലനായി. ജ്ഞാനികളെ കണ്ടിട്ടില്ല. നക്ഷത്രങ്ങളെ നോക്കി നടന്ന് ക്രിസ്തുവിനെ ആരാധിക്കാൻ പോയ ജ്ഞാനികൾ മടങ്ങി വന്നിട്ടില്ല. ആരാധകൻ്റെ കള്ളഭാവമുള്ള ഹെറോദോസിൻ്റെ ഉള്ളിൽ കലിയായി, കോപമായി അവൻ വാള് വീശി 2 വയസ്സിന് താഴെയുള്ള സകല കുഞ്ഞുങ്ങളെയും ഏതാണ്ട് സമയത്തിൻ്റെ മനക്കണക്കാൽ കൂട്ടി ബേത്ലഹേമിലെ 2 വയസ്സിന് താഴെയുള്ള അനേകം കുഞ്ഞുങ്ങളെ അവൻ വാള് വീശി തകർത്തെറിഞ്ഞു. ചോരപ്പുഴ ഒഴുകി. ആ സമയമെല്ലാം ഈജിപ്തിൻ്റെ വിപ്രവാസത്തിൽ മരിയാമ്പിക തൻ്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് തേങ്ങുകയാണ്. ഉണ്ണി നിനക്ക് വേണ്ടിയാണിതെല്ലാം. ഉണ്ണി നിനക്ക് വേണ്ടിയാണിതെല്ലാം. നിനക്ക് വേണ്ടി ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ ജീവൻ ഈ ഭൂമിയിൽ വാർന്നു വീഴുമ്പോൾ ഉണ്ണി, നീ അമ്മയുടെ മാറിലാണ്. ഈജിപ്തിലേക്കുള്ള ഈ ഓട്ടവും വിപ്രവാസവും ഈ നൊമ്പരവും ഈ പ്രലാപവും ഒക്കെ ഒരു സൂചനയാണ്. പണ്ട് ദൈവത്തിൻ്റെ സ്വന്തം ജനത ഈജിപ്തിൽ കഴിഞ്ഞ അതേ ഒരു വിപ്രവാസത്തിലേക്ക് എല്ലാം നഷ്ടപ്പെട്ട് ബാബിലോൺ നദിയുടെ തീരങ്ങളിൽ ചങ്കുപൊട്ടിക്കരഞ്ഞ ആ വിപ്രവാസത്തിൻ്റെ ഓർമ്മയിലേക്ക് ദൈവത്തിൻ്റെ പുത്രനെയും ദൈവപിതാവ് നയിക്കുകയാണ്. മരിയാമ്പികയോട് ചേർന്ന് ദൈവപുത്രൻ മരിയാമ്പികയുടെ മാറിൽ ഉറങ്ങുമ്പോൾ അരക്ഷിതാവസ്ഥയുടെയും അസ്വസ്ഥതയുടെയും ആ മണിക്കൂറുകളിലൂടെ അവൻ കടന്നു പോകുമ്പം ദൈവപുത്രൻ ഭൂമിയോടൊരു കാര്യം പ്രഖ്യാപിക്കുകയാണ്. എന്നെ അനുഗമിക്കുമ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ ഒരു വിപ്രവാസവും ഒരു വിലാപവും ഒരു അരക്ഷിതാവസ്ഥയുടെ മണിക്കൂറും നിനക്കും ദൈവപിതാവ് ദാനമായി നൽകും. അവിടെ എൻ്റെ അമ്മയുണ്ട്. അവിടെ എൻ്റെ അമ്മയുണ്ട് നിന്നെ കഴുകുവാൻ. അവിടെ എൻ്റെ അമ്മയുണ്ട് നിന്നെ തഴുകുവാൻ. അവിടെ എൻ്റെ അമ്മയുണ്ട് നിന്നെ മാറോട് ചേർക്കുവാൻ. എൻ്റെ അമ്മ മാറോട് ചേർക്കുന്നത് പോലെ ഈജിപ്തിൻ്റെ വിപ്രവാസം നിൻ്റെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങുമ്പം എൻ്റെ അമ്മ മാതാവ് തൻ്റെ സ്നേഹത്തിൻ്റെ നീലമേലങ്കി കൊണ്ട് നിന്നെ പൊതിയും. അതൊരാനന്ദമാണ്. നിൻ്റെ സ്നേഹമേലങ്കിയാൽ അമ്മേ എന്നെ പുതപ്പിക്കണേ. നിൻ സുതൻ്റെ രക്തക്കുളത്തിൽ അമ്മേ എന്നെ കുളിപ്പിക്കണേ. എന്നെ പുതപ്പിക്കണേ, എന്നും കുളിപ്പിക്കണേ, എന്നും പുതപ്പിക്കണേ. ക്രൂശന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ. നിന്റെ ക്രൂശന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ. ക്രൂശന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ. ക്രൂശന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ. വിപ്രവാസത്തിലായിരിക്കുമ്പം
നൊമ്പരത്തിലായിരിക്കുമ്പം, ജീവിതത്തിൻ്റെ വിലാവിൻ്റെയും വിലാപത്തിൻ്റെയും വഴിയിലായിരിക്കുമ്പം, ഈജിപ്തിലേക്ക് നയിക്കപ്പെട്ട ഉണ്ണിയെ മാറോട് ചേർത്ത മരിയാമ്പിയുടെ സ്നേഹവും സ്നേഹപ്പതപ്പും നിന്നെ സ്നേഹമേലങ്കി പോലെ പൊതിയും. അതൊരാശ്വാസമായിരിക്കണം, അതൊരാലംബമായിരിക്കണം, അതൊരനുഭവമായിരിക്കണം. മരിയാമ്പികയുടെ സ്നേഹമേലങ്കിയും സ്നേഹസാന്ത്വനവും ഈജിപ്തിലേക്ക് അയക്കപ്പെട്ട ഉണ്ണിയെ പൊതിഞ്ഞതുപോലെ മകനെ, മകളെ, നിന്നെയും പൊതിയും. അതാണ് ജീവിതത്തിൻ്റെ ആശ്രയം. അമ്മേ, അമ്മേ, എൻ്റെ ആശ്രയമേ, എൻ്റെ ആത്മീയ സാന്ത്വനമേ, വന്ദനം. വിപ്രവാസകാലം കഴിഞ്ഞു. ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, ജോസഫേ, നീതിമാനായവനെ, നീ നിൻ്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് മറിയത്തിൻ്റെ വലങ്കരം പിടിച്ച് തിരിച്ചു വരിക, നസ്രത്തിലേക്ക് വരിക. ദൈവത്തിൻ്റെ വരദാനമായ വരമൊഴി കേട്ട് തിരിച്ചു വരുമ്പോൾ മറ്റൊരു കാര്യം കൂടി ജോസഫിന് ഓർമ്മ വന്നു. ദൈവത്തിൻ്റെ ഒരു നിഷ്ഠയുണ്ട്. ദൈവത്തിൻ്റെ ആണൊക്കെയും ദൈവത്തിൻ്റെ പുരുഷനൊക്കെയും ദൈവത്തിൻ്റെ പരിശുദ്ധരെന്ന് വിളിക്കപ്പെടണം. അതുകൊണ്ട് ഈ കുഞ്ഞിനെയും ദൈവത്തിൻ്റെ ഈ പ്രിയപുത്രനെയും ദേവാലയത്തിൽ കാഴ്ചവെച്ചേ പറ്റൂ. മറിയത്തിൻ്റെ കരം പിടിച്ച് ഉണ്ണിയെയും ചേർത്ത് പിടിച്ച് ജോസഫ് പോവുകയാണ്. ജെറുസലേം ദേവാലയത്തിൻ്റെ ഗോപുര വഴികൾ താണ്ടി അവിടെ ആ നടവഴി കയറുമ്പോൾ മറ്റൊരു സംഭവമുണ്ട്. വിചിത്രമായ മറ്റൊരു സംഭവം. ആരും പറയാതെ, ആരും ക്ഷണിക്കാതെ കാറ്റ് പോയി വിളിച്ചിട്ടൊരാൾ വന്നു. കാറ്റ്, ആത്മാവിൻ്റെ കാറ്റ്, ദൈവാത്മാവിൻ്റെ കാറ്റ്, റൂഹ. കാറ്റ് പോയി വിളിച്ചിട്ട് ശമയോൻ എന്നൊരു മനുഷ്യൻ വടിയും കുത്തിപ്പിടിച്ച് തിരാനരകൾ ബാധിച്ച ശമയോൻ ഗോപുര നടവഴികൾ കയറി ഉണ്ണിയുടെ അടുത്തേക്കെത്തി, മരിയാമ്പികയുടെ അടുത്തേക്കെത്തി. വിചിത്രമായൊരു സംഭവം. ശമയോൻ എന്ന അപരിചിതനായ മനുഷ്യൻ ദൈവാത്മാവിൻ്റെ നയനങ്ങളാൽ നിറഞ്ഞ് സ്നേഹമെഴുത്തുമ്പ് കൊണ്ട് നോക്കിയിട്ട് പറഞ്ഞു, കന്യകപ്പെണ്ണേ മറിയം, എൻ്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് താ. എന്നിട്ട് അയാൾ വിറച്ച് വിയർത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, ഇനി ഞാൻ മരിച്ചോട്ടെ, ഇനി എൻ്റെ കണ്ണുകൾ അടഞ്ഞോട്ടെ. നീ കാത്തുവെച്ചിരുന്ന, സൂക്ഷിച്ചു വെച്ചിരുന്ന, അടച്ചു വെച്ചിരുന്ന, പൂട്ടിവെച്ചിരുന്ന, മറച്ചു വെച്ചിരുന്ന മഹനീയ രക്ഷയുടെ മുകളത്തെ ജസയുടെ മുള ഞാൻ കണ്ടു. ദാവീദിൻ്റെ ആത്മജനെ ഞാൻ കണ്ടു. ദരിദ്രൻ്റെ രക്ഷകനെ ഞാൻ കണ്ടു. ഇനി ഞാൻ മരിച്ചോട്ടെ. മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലമിലേക്ക് കൊണ്ടുപോയി. ജെറുസലമിൽ ശിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസന സമാധാനത്തിൽ വിട്ടയക്കണമേ. അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവന്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. അമ്മ മറിയം സാഗൂതം ശമയോനെ നോക്കി നിന്നു. അവൾ തൻ്റെ ഉള്ളത്തിൽ തങ്കലിപികൾ കൊണ്ട് എഴുതി വെച്ചു. ശരിയാണ്, പ്രവാചകനെ പോലെ കത്തി നിൽക്കുന്ന ഈ മനുഷ്യൻ പറഞ്ഞത് ശരിയാണ്. ഒരുവൻ്റെ ആയുസ് നീട്ടപ്പെടുന്നതും നീണ്ടു നിൽക്കേണ്ടതും എൻ്റെ മകനെ കാണാനാണ്. സ്നേഹിത, പ്രിയ സഹോദര, നിന്റെ ആയുസ് എമ്മാനുവേലിനെ കാണുവാൻ വേണ്ടിയിട്ടാണ്. ശമയോൻ്റെ വാക്കുകളിൽ 1000 കോടി അർത്ഥങ്ങളുണ്ട്. ഇനി എൻ്റെ കണ്ണടഞ്ഞോട്ടെ, എൻ്റെ മിഴി അടഞ്ഞോട്ടെ, എൻ്റെ ആയുസിൻ്റെ തിരുനാമ്പ് കെട്ടുപോയിക്കൊള്ളട്ടെ. കാരണം കാണേണ്ടത് കണ്ടു കഴിഞ്ഞു. കാണേണ്ടത് കാണണം. എമ്മാനുവേലാണ് നീ കാണേണ്ട, നീ കണ്ടെത്തേണ്ട അപൂർവ ജന്മം. ജസയുടെ മുളയെ, ദാവീദിൻ്റെ ആത്മജനെ, ദരിദ്രൻ്റെ രക്ഷകനെ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു കഴിഞ്ഞു. എൻ്റെ കൈത്താരു കൊണ്ട് ഞാൻ എടുത്തു കഴിഞ്ഞു. ഇനി മരിച്ചാലെന്ത്, ഇനി മറഞ്ഞാലെന്ത്, ഇനി മിഴുത്തും പടഞ്ഞാലെന്ത്, എനിക്കിനി ഭയമില്ല. കാണേണ്ടത് ഞാൻ കണ്ടു കഴിഞ്ഞു. ശമയോൻ എന്ന അപരിചിതനെ, പ്രവാചകനെ പോലെ കത്തി നിൽക്കുന്ന നീതിസൂര്യനെ മറിയം സാഗൂതം നോക്കി നിന്ന് നെടുവീർപ്പെടുകയാണ്. അവൾ തൻ്റെ ഹൃദയത്തിൽ തങ്കലിപികൾ കൊണ്ട് എഴുതി വെച്ചു. ശമയോൻ പറഞ്ഞത് സത്യമാണ്. ഒരുവൻ്റെ ആയുസ് നീളേണ്ടത് എമ്മാനുവേലിനെ കാണാനാണ്. ആയുസ്സിൻ്റെ അർത്ഥം എത്തി നിൽക്കുന്നത് എമ്മാനുവേലിനെ കണ്ടെത്തുമ്പോഴാണ്. അശ്വമേധം നടത്തിയാലും
പ്രാവുകളെപ്പോലെ പറന്നാലും മേഘങ്ങളിൽ കൂട് കെട്ടിയാലും ഒരു മനുഷ്യൻ്റെ ആയുസ്സിന് അർത്ഥം കിട്ടുന്നത് എൻ്റെ കുഞ്ഞിനെ, എൻ്റെ എമ്മാനുവേലിനെ കണ്ടെത്തുമ്പോഴാണ്. സ്നേഹിത, പ്രിയ സഹോദര, ശമയോൻ കാണേണ്ടത് കണ്ടു, കരങ്ങളിൽ എടുക്കേണ്ടത് എടുത്തു. കാണേണ്ടത് കാണാതെ മറ്റെന്ത് കണ്ടിട്ടെന്ത് കാര്യം? കരങ്ങളിൽ എടുക്കേണ്ടതിനെ എടുക്കാതെ മറ്റെന്തൊക്കെ വാരിക്കൂട്ടിയിട്ടെന്ത് കാര്യം? 100 കണ്ണുകൾ പണ്ടേ അടഞ്ഞു നിന്നെ കാണാതെ, 100 മലരുകൾ പണ്ടേ കൊഴിഞ്ഞു പോയി കണ്ണീരിൽ. 100 കണ്ണുകൾ പണ്ടേ അടഞ്ഞു നിന്നെ കാണാതെ, 100 മലരുകൾ പണ്ടേ കൊഴിഞ്ഞു പോയി കണ്ണീരിൽ. പ്രിയ സ്നേഹിത, എമ്മാനുവേലിനെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ നിനക്കും എനിക്കും കണ്ണെന്തിന്? കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്കെന്തിന് കാത്? രുചിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാവെന്തിന്? അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കരളെന്തിന്? തൊട്ടറിയാൻ കഴിയുന്നില്ലെങ്കിൽ കൈ എന്തിന്? അവന് വേണ്ടി നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ പാദമെന്തിന്? അമ്മ മറിയത്തെ പോലെ അവനെ മാറോട് ചേർത്ത് ആയുസ് മുഴുവൻ നിൽക്കാൻ കഴിയുന്നതാണ് ജീവിതത്തിൻ്റെ പരമഭാഗ്യമെന്ന് ഇപ്പോൾ ശരിക്കും കരളുകൊണ്ട് തിരിച്ച് അറിയുക. സ്വർഗതാതനുയർത്തിയ സ്ത്രീ നിന്നെ കഴുകുമ്പോൾ സ്നാനം പൂർണ്ണമാകും. ആ സ്നാനത്തിന് ശേഷം എന്നാഥനെ കാണുമ്പോൾ ആനന്ദം പൂർണ്ണമാകും. ആനന്ദം റൂഹയായ ആത്മാഭിഷേകമായി എന്നെ ചുറ്റി പറന്നുയരും. ആനന്ദം റൂഹയായ ആത്മാഭിഷേകമായി എന്നെ ചുറ്റി പറന്നുയരും. സ്വർഗതാതനുയർത്തിയ സ്ത്രീ നിന്നെ കഴുകുമ്പോൾ സ്നാനം പൂർണ്ണമാകും. സ്വർഗതാതനുയർത്തിയ സ്ത്രീ നിന്നെ കഴുകുമ്പോൾ സ്നാനം പൂർണ്ണമാകും. ആ സ്നാനത്തിന് ശേഷം എന്നാഥനെ കാണുമ്പോൾ ആനന്ദം പൂർണ്ണമാകും. ആനന്ദം റൂഹയായ ആത്മാഭിഷേകമായി എന്നെ ചുറ്റി പറന്നുയരും. നിന്നോടൊപ്പം സ്തുതി പാടിയിടുമ്പോൾ ഉള്ളിൽ ശാലോം ശാലോം എന്നും ശാലോം ശാലോം. നിന്നോടൊപ്പം സ്തുതി പാടിയിടുമ്പോൾ എന്നും ശാലോം ശാലോം ഉള്ളിൽ ശാലോം ശാലോം. പ്രിയ സ്നേഹിത, അമ്മ കന്യാമറിയത്തോടൊപ്പം ദേവാലയത്തിൻ്റെ നടവഴിയിൽ നീ നിൽക്കണം, ദൈവസാന്നിധ്യത്തിൽ നീ നിൽക്കണം. ഉണ്ണിയെ നീ നെഞ്ചോട് ചേർത്ത് നിൽക്കുമ്പം, ഒരിക്കലും ഉണ്ണിയെ നിൻ്റെ ഹൃദയത്തിൽ നിന്ന് അകറ്റാതിരിക്കുമ്പം നീ നിൽക്കുന്നതും നീ ജീവിക്കുന്നതും നീ പാടുന്നതും നീ പോകുന്നതും എല്ലാം ദേവാലയ സന്നിധിയിലാണ്. അമ്മ കന്യാമറിയം നിനക്ക് താങ്ങായി കൂടെയുമുണ്ട്. ഉണ്ണി നിൻ്റെ ഹൃദയത്തിലും അമ്മ നിൻ്റെ തണലും. മറ്റെന്ത് വേണം ഭൂമിയിൽ നിനക്ക് ആനന്ദിക്കുവാൻ? ഇതല്ലേ ജീവിതത്തിൻ്റെ പരമ സൗഭാഗ്യം. പെട്ടെന്ന് മറിയത്തിൻ്റെ ജീവിതത്തിലെ മഹാസംഭവം നടക്കുകയാണ്. മറിയത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവമെന്ന് ഞാൻ പറയും. ഉണ്ണിമിശിഹായെ കൈകളിലേന്തി ശമയോൻ പ്രവചിക്കാൻ തുടങ്ങി. കന്യകപ്പെണ്ണേ, ജോസഫേ, ഇവൻ അനേകരെ ഉയർത്തുന്നവനാണ്, വിജാതിയുടെ പ്രകാശമാണ്, വെളിവിൻ്റെ വിളക്കാണ്. അനേകരെ ഇവൻ താഴ്ത്തും, സംസാര വിഷയമായിരിക്കും. യൂദയായിലെങ്ങും ഇവനെക്കുറിച്ച് സംസാരം ഉണ്ടാകും. വളരെ കുളിരുകോരുന്ന ഹൃദയത്തോടെ മറിയവും യോസെഫും ഉണ്ണിയെക്കുറിച്ച് പറയപ്പെട്ട മഹാകാര്യങ്ങൾ കേട്ട് വിസ്മയിച്ച് നിൽക്കുമ്പം ശമയോൻ കൂട്ടിച്ചേർത്തു. കന്യകപ്പെണ്ണിൻ്റെ കയ്യിലേക്ക് നോക്കിയിട്ട്, കണ്ണിലേക്ക് നോക്കിയിട്ട്, അവരെ തന്നെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, മറിയം, സന്തോഷം ഇനി ഒന്നുകൂടി ബാക്കിയുണ്ട്, അനുഗ്രഹം ഒന്നുകൂടി ബാക്കിയുണ്ട്. കുഞ്ഞിനെ തിരിച്ച് കൈകളിലേക്ക് കൊടുത്തിട്ട് ശമയോൻ അവളെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, മറിയം, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കടക്കുക കൂടി ചെയ്യും. നിന്റെ ഹൃദയം രണ്ടായി പിളർക്കുന്ന ഒരു വാളുകൂടി കടക്കും. നിന്റെ ഹൃദയം രണ്ടായി പിളർക്കുന്ന ഒരു വാളും കൂടി നിന്റെ ഹൃദയത്തെ തകർക്കും. മറിയത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം പെയ്തിറങ്ങുകയാണ്. ശമയോൻ കുഞ്ഞിനെക്കുറിച്ച് വൻകാര്യങ്ങൾ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ, ഉണ്ണിയെക്കുറിച്ച് മഹാകാര്യങ്ങൾ പ്രഘോഷിച്ചതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി മുഖം മാറ്റാതെ പറഞ്ഞു. കണ്ണീറനണിയാതെ,
മുഖം ചുളുങ്ങാതെ, വിഷാദം വരാതെ ശിമെയോൻ ഒരു അനുഗ്രഹം കൂടി കൊടുത്തു. മറിയം, ഈ പറയപ്പെട്ട മഹാകാര്യങ്ങളുടെ പൂർണ്ണത നിന്റെ ഹൃദയം ഒരു വാളുകൊണ്ട് കീറി മുറിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? മരിയോളജിയുടെ കാതൽ മനസ്സിലായോ സഹോദരങ്ങളെ? മരിയോളജിയുടെ ഉള്ളു മനസ്സിലായോ? മറിയത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം പറയപ്പെട്ട വൻകാര്യങ്ങളുടെ കൂട്ടത്തിൽ മഹത്വത്തിൻ്റെ ശ്രേണിയിൽ മറിയം ഒരു വാളും കൂടി ചേർത്ത് വെച്ചു. വാൾ, ഹൃദയം തകർക്കുന്ന വാൾ. അതൊരു ശാപമല്ല, ദുഃഖമല്ല, ദുരിതമല്ല, സഹനമല്ല. പകരം മഹത്വം വരുന്ന മഹാവാതിലാണെന്ന് മറിയം തൻ്റെ ഹൃദയത്തോട് പറഞ്ഞു. ശിമെയോൻ തനിക്ക് വച്ചു നീട്ടിയത് വരാൻ പോകുന്ന മഹത്വത്തിൻ്റെ വലിയ വഴിത്താരാണെന്ന് മറിയം പറഞ്ഞു. വരട്ടെ, വന്ന് ഭവിക്കട്ടെ ആ വാള് ഹൃദയം തകർക്കുമ്പോഴാണ് മഹത്വം പൂവണിയുന്നതെന്ന് മറിയത്തിന് മനസ്സിലായി. മറിയം കരങ്ങൾ നീട്ടി പറഞ്ഞു, ശിമെയോനെ, പ്രവാചക, തന്നാലും എൻ്റെ കൈകളിലേക്ക് എൻ്റെ ഹൃദയത്തെ കീറി മുറിക്കുന്ന ആ വാള് തന്നുകൊള്ളുക. വരാൻ പോകുന്ന ദുഃഖം, വരാൻ പോകുന്ന ദുരിതം മുൻപേ അറിയുക എത്ര വേദനാജനകമാണ്. നാളെ കഴിഞ്ഞ് ഒരു ദുരന്തം നിനക്ക് സംഭവിക്കുമെന്ന് മുൻപേ അറിഞ്ഞാൽ ആ ദുരന്തം സംഭവിക്കുന്ന വരെയുള്ള മണിക്കൂറുകൾ മരണകരമായ ദുഃഖത്തിലായിരിക്കും നമ്മൾ. നാളെ കഴിഞ്ഞ് മരിക്കുമെന്ന് ഇന്നറിഞ്ഞാൽ ഈ 3 ദിവസം ശരിക്കും നാം മരിച്ചിരിക്കും. എന്നാൽ മറിയം സഹനത്തെ നേരത്തെ തന്നെ കൈനീട്ടി വാങ്ങി. അങ്ങെനിക്കേകുന്ന സഹനം അനുഗ്രഹ വഴിയാക്കുവാനായി കരുണാമയ നിന്റെ കൃപയേകണേ, തളരാതിരിക്കട്ടെ മേലിൽ. അങ്ങെനിക്കേകുന്ന സഹനം അനുഗ്രഹ വഴിയാക്കുവാനായി കരുണാമയ നിന്റെ കൃപയേകണേ, തളരാതിരിക്കട്ടെ മേലിൽ, തളരാതിരിക്കട്ടെ മേലിൽ. ചുടിച്ചോര ചിന്തുന്ന, ചങ്കുപൊട്ടുന്ന ദുരന്താനുഭവങ്ങൾ വരാൻ പോകുന്ന വലിയ മഹത്വത്തിൻ്റെ മുന്നറിയിപ്പാണെന്ന് തിരിച്ചറിയുവാൻ ഉള്ള ഭാഗ്യമാണ് മറിയം നിനക്ക് തരുന്ന ഉൾക്കാഴ്ച. ഈ ഉൾക്കാഴ്ച ഉണ്ണിയെപ്പോലെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് നീ മറിയത്തോട് ചേർന്ന് പാടണം. അമ്മേ മറിയമേ, ചമന്ന ചോര എൻ്റെ ചങ്കിലൂടെ ചീറ്റി ഒഴുകുമ്പോഴും ചങ്കുവല്ലാതെ പിടയുമ്പോഴും അങ്ങ് എനിക്കേകുന്ന സഹനം എനിക്ക് അനുഗ്രഹത്തിൻ്റെ വഴി തന്നെയാണ്. അങ്ങ് എനിക്കേകുന്ന സഹനം അനുഗ്രഹ വഴിയാക്കുവാനായി കരുണാമയ നിന്റെ കൃപയേകണേ, തളരാതിരിക്കട്ടെ മേലിൽ, തളരാതിരിക്കട്ടെ മേലിൽ. ഉണ്ണിയെ കാഴ്ചവെക്കുന്ന മറിയം നമ്മുടെ ഹൃദയത്തിൽ കുറിക്കുന്ന ഈ അനുഗ്രഹവാക്യം മറക്കരുത്. നിന്റെ കണ്ണിൽ ഒരു കണ്ണുനീർത്തുള്ളി തൂകാൻ ഇടവരുത്തുന്ന ദൈവം, അതനുവദിക്കുന്ന ദൈവം വൈകാതെ, ഒട്ടും വൈകാതെ കുഞ്ഞെ നിന്റെ ശിരസിൻ്റെ മുകളിൽ ഒരു മഹാസ്നേഹത്തിൻ്റെ മഴവില്ലും കൂടി നാട്ടും എന്ന് നീ ഉറപ്പായി വിശ്വസിച്ചാൽ മറിയം ശരിക്കും നിന്റെ അമ്മയായി മാറും. ഉണ്ണിയെ കാഴ്ചവെച്ച് മറിയവും യോസേപ്പും സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ച് ശിമെയോന് നന്ദി പറഞ്ഞ് ദേവാലയത്തിൻ്റെ നടവഴികൾ ഇറങ്ങി മെല്ലെ മെല്ലെ കാറ്റിൻ്റെ താളത്തിനൊപ്പം ഭവനത്തിലേക്ക് നടന്നു മറയുമ്പോൾ നാം ഇന്ന് പിരിയുകയാണ്. വീണ്ടും കാണാനും കേൾക്കാനും മറിയത്തെ അടുത്തറിഞ്ഞ് പഠിക്കുവാനും. അമ്മ മറിയം ഇന്ന് നൽകുന്ന പാഠം മനസ്സിൽ വീണ്ടും വീണ്ടും കൊത്തിവെക്കാം. നിൻ്റെ മനസ്സിൽ, നിൻ്റെ കണ്ണിൽ ഒരു കണ്ണുനീർത്തുള്ളി നിറയാൻ ദൈവം ഇടവരുത്തിയാൽ സ്നേഹിത കുഞ്ഞെ, അതിനുശേഷം വൈകാതെ നിൻ്റെ ശിരസിൻ്റെ മുകളിൽ ഒരു മഴവില്ലും കൂടി അവിടുന്ന് നാട്ടി ഉറപ്പിക്കും. അതുറപ്പാണ്. കണ്ണിൽ ഒരു കണ്ണുനീർത്തുള്ളി തുളുമ്പാനിടവരുത്തുന്ന അതേ ദൈവം, അനുവദിക്കുന്ന ദൈവം, ശേഷം മഹത്വത്തിൻ്റെ മഴവില്ല് നിനക്ക് വേണ്ടി ചാർത്തും. മിഴികൾ തുളുമ്പുന്നതറിയുന്ന നിൻ്റെ ദൈവം സാക്ഷാൽ മഴവില്ലൊരുക്കി കാത്തിരിപ്പു കുഞ്ഞേ നിന്നെ. മിഴികൾ തുളുമ്പുന്നതറിയുന്ന നിൻ്റെ ദൈവം
സാക്ഷാൽ മഴവില്ലൊരുക്കി കാത്തിരിപ്പു നിന്നെ കുഞ്ഞേ. മുൾച്ചെടിക്കാടുകൾ നിന്നെ നന്നേ ഞെരുക്കുന്ന നേരം, മുള്ളിൽ കുടുങ്ങി നീയോ മിഴിനീരൊഴുക്കുന്ന നേരം, വൈകാതെ വൈകാതെ മഴവില്ലൊരുക്കുന്നു ദൈവം. വൈകാതെ വൈകാതെ മഴവില്ലൊരുക്കുന്നു ദൈവം. നിന്റെ ശിരസിൻ്റെ മീതെ മഴവില്ലൊരുക്കുന്നു സ്നേഹം. നിന്റെ ശിരസിൻ്റെ മീതെ മഴവില്ലൊരുക്കുന്നു സ്നേഹം. ശിരസിൻ്റെ മുകളിൽ മഴവില്ലൊരുക്കുന്ന വിശുദ്ധ സ്നേഹത്തെ കാണാൻ മറിയത്തിൻ്റെ കൂടെ എത്രയും സ്നേഹത്തോടെ ചേർന്ന് നിൽക്കാം. എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സംഗീതം ഞാൻ തേടുന്നു. ഒരിക്കലും കൈവടിയാത്ത നിന്റെ സ്നേഹത്തണലിൽ ഞാനും കൈകൂപ്പി നിന്ന് മിശിഹായെ ആരാധിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രം. അമ്മേ, നിനക്ക് വന്ദനം. ആമേൻ.